ഡ്രിപ്പിലൂടെ കൊടുക്കാവുന്ന ലിക്വിഡ് ഫെർട്ടിലൈസറൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ കപ്പ നമുക്ക് നല്ല വിജയത്തിൽ കപ്പ വിളയിച്ചെടുക്കാൻ സാധിക്കും. നമ്മൾ ഇതുപോലെ കൃഷി ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇത് 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ ട്രിപ്പ് ഇറിഗേഷൻ, അതായത് പ്രിസിഷൻ ഫാമിംഗ്, ഇങ്ങനെ ഞാൻ കൃഷി ചെയ്യുന്നത്. ഇത് 4 പ്രാവശ്യം ഞാൻ കൃഷി ചെയ്ത് 3 പ്രാവശ്യവും എനിക്ക് നല്ല വിളവാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനു മുന്നേ 2 വെറൈറ്റി കമ്പുകൾ ഞാൻ അത് 8 മാസം ഒക്കെ പ്രായത്തിൽ കായ്ക്കുന്ന കപ്പകളാണ് ഞാൻ നട്ടത്. അതിൽ നിന്ന് നമുക്ക് 12 കിലോ വരെയൊക്കെ തൂക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒരു പുതിയ വെറൈറ്റിയാണ്. ഇത് ബർമ വെറൈറ്റിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു 5.5-6 മാസം ആകുമ്പോഴത്തേന് നമുക്കിത് പറിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റേതിൻ്റെ അത്രയും വളത്തിൻ്റെയും ആവശ്യം വരുന്നില്ല. കമ്പുകളൊക്കെ വളരെ